നമ്മളെ പെണ്ണുങ്ങളെ പല്ല് ശരിയാക്കാൻ വീണ്ടും പോവാണ്. സെലിബ്രിറ്റി നാട്ടിലാത്തോണ്ട് ബാക്കി നാളെ എന്റെ അടുത്താണ്. ആദ്യം തന്നെ നേരെ ഇസാന സ്കൂളിൽ പോയി. ഓ സ്കൂൾ വരുമ്പോ പേര് നമ്മളെ കണ്ടില്ല. ഓന്റെ പേര് മ്യൂസിക് ബാൻഡ് ഉണ്ടാവുക. ഇസാന കണ്ട പോലെ കൊണ്ടുള്ള പുളിങ്ങാച്ചാണ് ഈ കാണുന്നത്. വണ്ടി കയറി ഒരിക്കലും പോകണേ അപ്പം മന്തി വേണമെന്ന് അറിയുന്ന ടീമാണ് പോലെ. അതോടെ എന്റെ പെണ്ണുങ്ങൾ ഓനക്കുള്ള ഹോംലി ഫുഡ് പാർസൽ നിൽക്കുകയാണ്. ഓനക്ക് ചോറ് വാരി കൂടി കണ്ടിട്ട് കുരുവട്ടി നിൽക്കുകയാണ്. പിന്നെ ഹോസ്പിറ്റലിൽ 2 മണിക്കുള്ള അപ്പോയിന്റ്മെന്റ് നമ്മൾ ചെന്നിട്ട് 4 മണിക്ക് നമ്മൾ വിളിച്ച കറക്റ്റ് അപ്പോയിന്റ്മെന്റ് വാല്യൂ പറയുന്ന ടീമാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ ഇറങ്ങിയപ്പോൾ 4:30 കഴിഞ്ഞു. ഓല കാട്ടിക്കുട്ടിലാണ് ചൂട് കയറിയപ്പോൾ പിന്നെ തണുപ്പിച്ചാൽ നേരിട്ട് നേരെ വിട്ടത് പെരുന്നവണ്ണുള്ള പുതിയതായിട്ട് തുടങ്ങിയുള്ള ഈ വീഡിയോക്കാണ്. ചെന്ന പഠനം അവിടെ നമ്മൾ ചങ്ങായിക്ക് ഒരു ഷെയ്ക്കാനാണ് കൊടുത്ത് കുടിക്കാൻ എന്തൊക്കെ ഉണ്ട് വെച്ചപ്പോൾ ഒരു മരത്തിന്റെ പലകൻ എടുത്തു. അപ്പോഴാണ് അവിടെ ബോർഡ് ഉണ്ട് ഗ്രേപ്പ് ജ്യൂസ് 500 മില്ലിക്ക് 59 റുപ്യ. എന്നാ പിന്നെ ഞാൻ ഇസാനും അത് മതി പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് ഓല സ്പെഷ്യൽ യോഗട്ട് ബോളും മേടിച്ചെടുത്ത്. അപ്പോഴാണ് ഫ്രൂട്ട്സിന്റെ വില ശ്രദ്ധിച്ചത്. സാധാരണ മേടിക്കുന്നേക്കാൾ കുറവായിട്ട് എനിക്ക് തോന്നിയത്. അത് കണ്ട പോലെ ഇസാനോട് എന്തൊക്കെ വേണ്ട വെച്ചപ്പോൾ ഓന്റെ ലിസ്റ്റിലാണ് അതൊക്കെ. ആ കെടുത്തപ്പോൾ നമുക്കുള്ള ജ്യൂസ് റെഡിയായി വന്ന്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വണ്ടി കയറിയിട്ട് ഓളോടെ നിന്ന് കുറച്ച് തരുവ് വെച്ചപ്പോൾ ഉള്ള മറുപടിയാണിത്. ചെറിയ കുറച്ച് സാധനം എന്റെ പൈസ അല്ലേ. അവിടുന്ന് പോണെങ്കിൽ ഓൾക്ക് ഓളെ പെരിലൊന്ന് പോകണമെന്ന് പറഞ്ഞു. ഓൾക്ക് ഓളമ്മാനെ കാണാൻ പോതിയേക്കണല്ലോ. ക്യാമറ കണ്ടപാടെ 100-110 ഓടിയാണ് എന്റെ ഇളച്ചിപ്പിത മോള്. ഓളമ്മയുടെ വകയുള്ള വത്തക്ക ജ്യൂസ് കുടിച്ചിരിക്കുമ്പോഴാണ് ഓളമ്മ വേറെ സർപ്രൈസ് വന്നത്. ഇതിൽ ഏറ്റത്തേക്കാണ് എന്റെ പെണ്ണുങ്ങൾ ചേറി വല്ലാത്തി ആതി. അങ്ങനെ അവിടുന്ന് പോകുന്ന വൈകുന്നേരത്ത് ക്ലബ്ബ് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥയാണിത്. അങ്ങനെ പല കൂടി വിളിച്ചേർത്തി കുറച്ചു നേരം വർത്താനം പറഞ്ഞിരുന്നു. ഞാൻ തിരിച്ച് വരികൾ പോന്നി. അപ്പൊ ശരി എന്നാ.